Hello friends, welcome to Civil Tree. In the PSC Assistant Engineer previous questions, Engineering Mechanics part 2 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. So കുറച്ച് friction അതുപോലെ center of gravity ഈ parts എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് കുറച്ച് questions നോക്കാൻ പോകുന്നത്. So നമുക്ക് പെട്ടെന്ന് questionsലേക്ക് കടക്കാം. First question, the maximum friction force at the time of impending motion is called. ഇത് 2007 ൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. Option A, dry friction. Option B, static friction. Option C, kinetic friction. And option D, limiting friction. അപ്പോൾ എന്താണ് the maximum frictional force experienced by a body when it just tends to move over a surface is known as limiting friction. The coefficient of friction mu is the ratio of limiting friction and normal reaction. അതായത് mu എന്ന് പറയുന്നത് coefficient of friction ആണ്. അത് is equal to limiting friction ന്റെയും normal reaction ന്റെയും ratio ആണ് എന്നുള്ളത് കൂടി ആഡ് ചെയ്തിട്ട് പറയാണ്. So option D, limiting friction ആണ് നമ്മുടെ ആൻസർ. Next question, the coefficient of friction is the tan value of the option A, cone of friction. Option B, angle of friction. Option C, angle of repose. Option D, angle of plane. അപ്പോൾ എന്താണ് ഇതിൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഫ്രിക്ഷന്റെ ടാൻ വാല്യൂ ആണ് എന്നുള്ളതാണ്. ടാൻ തീറ്റ എന്നുള്ളതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. തീറ്റ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ടാൻ തീറ്റ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇസ് 30 degree, the coefficient of friction will be. നമുക്കറിയാം കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പോൾ ടാൻ തീറ്റ എന്ന് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു ഇവിടെ 30 degree ആണ് തന്നിട്ടുണ്ട്. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 എന്നതാണ് ആൻസർ. ഓപ്ഷൻ സി 1/√3 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the maximum frictional force which comes into play when a body just begins to slide over the surface of the body is known as. So നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളതാണ്. മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് വിച്ച് കംസ് ഇൻ ടു പ്ലേ വെൻ എ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഓവർ ദ സർഫസ് ഓഫ് ബോഡി ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓപ്ഷൻ എ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ദി ആൻസർ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണെന്നാണ്, അതുപോലെ അത് കൈനറ്റിക് ഫ്രിക്ഷനുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒക്കെയാണ് നമ്മൾക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓപ്ഷൻ എ ഈസ് ഓൾവേസ് ലെസ് ദാൻ കൈനറ്റിക് ഫ്രിക്ഷൻ. ബി ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. Option C is the product of normal force and angle of friction. Option D increases with the applied force. അപ്പോൾ when a force is applied on a body which tends to move it, frictional force develops between the contact surface. Initially, the friction developed is equal to the force applied. As applied force increases, friction also increases and reaches the maximum value, limiting friction, after which the body will move. So static friction increases with the force applied. അപ്പോൾ നമ്മൾ എന്താണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഒരു ബോഡീനെ മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് ആ ഒരു ബോഡീൻ്റെയും ആ കോണ്ടാക്ട് സർഫസിൻ്റെയും ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ആ ഇനീഷ്യൽ ഫ്രിക്ഷന് നമ്മൾ ഡെവലപ്പ് ചെയ്തത് ആ ഒരു ഫോഴ്സ് അപ്ലൈഡിന് ഈക്വൽ ആയിട്ടായിരിക്കും ആദ്യം ഉണ്ടാവുക. പക്ഷേ നമ്മൾ ആ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്താകും, ഈ ഫ്രിക്ഷനും കൂടെ അതിൻ്റെ കൂടെ കൂടും. അത് ഒരു ലിമിറ്റിംഗ് ആയിട്ടുള്ള ഫ്രിക്ഷന് വരുമ്പോൾ, ഏറ്റവും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ ആ ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്താണ്, വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് അനുസരിച്ച് ആ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷന് എന്താവുകയാണ്, ഇൻക്രീസസ് വിത്ത് അപ്ലൈഡ് ഫോഴ്സ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഇൻക്രീസസ് വിത്ത് ദ അപ്ലൈഡ് ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻക്രീസസ് വിത്ത് ദ അപ്ലൈഡ് ഫോഴ്സ് എന്നുള്ളതാണ് ആൻസർ. The friction experienced by a body when at rest is known as. എന്താണ് ഓപ്ഷൻ എ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a ladder of weight W is resting against a smooth vertical wall and a smooth floor. The minimum force to be applied at the floor end to keep it in equilibrium at angle theta with floor is. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് ഒരു
wall തന്നിട്ടുണ്ട്. ഒരു wall ഉണ്ട്. ആ wall നമ്മൾ ഇവിടെ ഒരു ground assume ചെയ്യുകയാണെങ്കിൽ ആ ഗ്രൗണ്ടിൽ നിന്ന് ഒരു ലാഡർ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, എന്താണ്, ലാഡറിൻ്റെ വെയിറ്റ് W ആണ്. അപ്പോൾ അതിന് നമ്മളൊരു സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ W എന്ന് കൊടുക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു ലാഡർ ഇത് പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൽ നിന്ന് let the force P be applied at the floor end of the ladder. ഇപ്പം നമ്മൾ ഒരു minimum force to be applied the floor end to keep it in equilibrium. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ നിർത്താൻ വേണ്ടി നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു P എന്നുള്ളൊരു ഫോഴ്സാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ വരുമല്ലോ. അപ്പോൾ അതിന് ഫ്ലോറിൻ്റെ റിയാക്ഷൻ എന്നുള്ള ആൾക്ക് RF എന്ന് എഴുതാം. പിന്നെ ഇവിടെ RW എന്ന് എഴുതാം. ഇവിടെ ഒരു വാളിൻ്റെ റിയാക്ഷൻ വരും അല്ലേ. അപ്പോൾ RW എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഇക്വിലിബ്രിയം ഓഫ് സിസ്റ്റം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, സിഗ്മ Fx is equal to 0, സിഗ്മ Fy is equal to 0 എന്നുള്ള ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നോർമലി നമ്മൾ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. സോ ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, സിഗ്മ Fx is equal to 0 എന്ന് പറയുമ്പോൾ എക്സ് ഡയറക്ഷനിൽ എന്തൊക്കെയാണുള്ളത്, RW ഉണ്ട്. RW മൈനസ് P ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. പിന്നെ അതുപോലെ അതായത് P ഈസ് ഈക്വൽ ടു RW എന്ന് വരും. അതുപോലെ സിഗ്മ Fy ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് RFും അതുപോലെ W ആണുള്ളത് അല്ലേ. അപ്പോൾ W ഈസ് ഈക്വൽ ടു RF എന്നുള്ളതും വരും. W ഈസ് ഈക്വൽ ടു RF എന്നും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ മൊമെന്റ് 0 എടുക്കുകയാണെങ്കിൽ RF മൊമെന്റ് അറ്റ് A കേട്ടോ. A എന്ന് പറയുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് A, ഇവിടെ B. ഓക്കെ, ആ മൊമെന്റ് അറ്റ് A എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ RF ഇൻറ്റു L കോസ് തീറ്റ, RF എന്ന് പറയുന്നത് ഇത്, RF ഇൻറ്റു ഈ ലെങ്ത് ഓഫ് ദിസ് ലാഡർ എന്ന് പറയുന്നത് L ആണ്. L കോസ് തീറ്റ ഇൻറ്റു RF ഇസ് മൈനസ് P ഇൻറ്റു L സൈൻ തീറ്റ മൈനസ് W ഇൻറ്റു L/2 കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ നമ്മൾ അതിങ്ങനെ സോൾവ് ചെയ്ത് വരുമ്പോൾ P ഇസ് ഈക്വൽ ടു, അതിൽ നമ്മൾ അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് കൂടി ചെയ്താൽ RFനും അതുപോലെ Wക്കൊക്കെ അല്ല Pക്കും Wക്കൊക്കെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് P എന്നുള്ളത് ആൻസർ W കോട്ട് തീറ്റ ബൈ 2, അതായത് 0.5 W കോട്ട് തീറ്റ എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സോ അത് നമ്മൾ ജസ്റ്റ് അതങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. സോ 0.5 W കോട്ട് തീറ്റ എന്നുള്ളതാണ് ആൻസർ വരിക. Next question, a block of weight 20 kilonewton just begins to move along a horizontal surface on application of 5 kilonewton horizontal force. The coefficient of friction between block and surface is. എന്താണ്, the block just tends to move on application of 5 kilonewton horizontal force. അതായത് 5 kilonewton എന്ന് പറയുന്നത് അതിൻ്റെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആണ് എന്നുള്ളതാണ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, മ്യൂ ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ എന്നുള്ളതാണ്. ഇവിടെ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ വെയിറ്റ് തന്നെയായിരിക്കും അല്ലേ. വെയിറ്റ് ഓഫ് ആ ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്നുള്ളതായിരിക്കും നമുക്ക് നോർമൽ റിയാക്ഷൻ ആയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 5 kilonewton ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു F ലിമിറ്റിംഗ് ബൈ R എന്നുള്ളത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 5/20 എന്ന് കിട്ടും. 5/20 എന്ന് പറയുന്നത് ആൻസർ 0.25 ആണ്. സോ ഓപ്ഷൻ C 0.25 is the answer.
So next question, ratio of dynamic friction to static friction is. Static friction is always greater than dynamic friction. അതുകൊണ്ട് it is always less than 1. So option B, always less than 1 and answer. So next question, the center of gravity of a semicircle of radius r from its base measured along the vertical axis is. അതായത് നമ്മൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആ ഒരു പോർഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് ആർ ഫ്രം ഇറ്റ്സ് ബേസ് മെഷേർഡ് അലോങ് ദ വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സെമി സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു സെമി സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4r/3π ആണ്. ഓക്കെ, അപ്പം 4r/3π എന്നുള്ള ആ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം അല്ലെങ്കിൽ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രം ഹെമിസ്ഫിയർ ഇതിൻ്റെ വെർട്ടിക്കൽ ആക്സിസിൻ്റെ ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസിൽ വരുന്നത് 4r/3π ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ, 4r/3π. Next question, the center of gravity of a solid circular cone divides the axis of cone into the ratio. എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സോളിഡ് സർക്കുലർ കോൺ എന്ന് പറയുമ്പോൾ സോളിഡ് സർക്കുലർ കോണിന് നമ്മൾ ഇങ്ങനെ ഒരു സർക്കുലർ കോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിനെ ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോ ആ ഒരു റേഷ്യോ ആണ് നമുക്ക് അറിയേണ്ടത്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സോളിഡ് സർക്കുലർ കോൺ ഈസ് അറ്റ് h/4. ആ ഒരു ഈ ലെങ്ത്ത് h ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ h/4 ലെങ്ത്തിലാണ് എന്താണ് ബേസിൽ നിന്ന് ടോപ്പ് h/4 ലെങ്ത്തിലാണ് നമ്മളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈ ഒരു സോളിഡ് സർക്കുലർ കോണിൽ ഉണ്ടാവുന്നത്. അപ്പം ഈ പോർഷൻ എന്ന് പറയുന്നത് 3h/4 ആയിരിക്കും അല്ലേ. സോ ആ ഒരു റേഷ്യോ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3h/4/h/4 എന്നായിരിക്കും, അതായത് 3:1 എന്നുള്ളതാണ് നമ്മളുടെ റേഷ്യോ എന്ന് പറയുന്നത്. Next question, a small hole is scooped out from a body and is filled with denser material. Then center of gravity of the body എന്താ ചെയ്യുന്നത്? Moves towards the hole, moves away from the hole, remains unaltered in position and centroid changes in position. അപ്പം നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് ഓഫ് ദ ബോഡി ആക്ട് ചെയ്യും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ആ ഒരു പോയിന്റ് ആണ്. സോ ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മൂവ്സ് ടുവേർഡ്സ് എ പോയിന്റ് വേർ ദ വെയിറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ്. കൂടുതൽ വെയിറ്റ് ഉള്ള സ്ഥലത്തേക്ക് നമ്മളുടെ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മൂവ് ചെയ്യും എന്നുള്ളതാണ്. സോ അത് മൂവ്സ് ടുവേർഡ്സ് ദ ഹോൾസ് വെയർ ഡെൻസർ മെറ്റീരിയൽ ഇസ് ഫിൽഡ്. ആ ഒരു ഹോളിൽ ഡെൻസർ മെറ്റീരിയൽ ഫിൽ ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് നമ്മളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മൂവ് ചെയ്യും. സോ എന്താണ് ഇവിടെ ഡെൻസർ മെറ്റീരിയൽ ഫിൽ ചെയ്തിട്ടുള്ളത് ആ ഹോളിലാണ്. സോ ആ ഹോളിൻ്റെ അടുത്തേക്ക് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. സോ ഓപ്ഷൻ എ, മൂവ്സ് ടുവേർഡ്സ് ദി ഹോൾ എന്നതാണ് നമ്മുടെ ആൻസർ വരിക. Next question, the center of gravity of a semicircular lamina of diameter d lies from the diameter at a distance of. അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സെമി സർക്കുലർ ലാമിനൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു 4r/3π ആണ്. സോ അപ്പോൾ അവിടെ നമ്മളുടെ ഇവിടെ തന്നിട്ടുള്ള ഡയമീറ്റർ ഡിൻ്റെ ടേംസിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 4r എന്നുള്ളിടത്ത് നമ്മൾ 2d എന്നുള്ളതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 2d/3π എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ റേഡിയസിന് പകരം 2d എന്നുള്ളതായിട്ട് കൊടുക്കുക. അപ്പോൾ 4r/3π എന്നുള്ളത് 2d/3π ആയിട്ട് മാറും. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു സെമി സർക്കുലർ ലാമിനൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, റേഡിയസ് ആണോ ഡയമീറ്റർ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. Next question, the point through which the whole weight of the body acts irrespective of the position is known as. So എന്താണ്? ഓപ്ഷൻ എ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ഓപ്ഷൻ ബി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഓപ്ഷൻ സി സെൻറ്റർ ഓഫ് പ്രഷർ, ഓപ്ഷൻ ഡി സെൻറ്റർ ഓഫ് മാസ്. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലേ. The point through which the whole weight of the body acts irrespective of the position is known as. അതെവിടെ വെച്ചാലും ആ ഒരു ഹോൾ ബോഡിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. Next question, the center of gravity of a right circular solid cone of diameter d and height h lies at a vertical distance of dash from the base. നമ്മൾ നേരത്തെ തന്നെ നോക്കിയതാണ് റൈറ്റ് സർക്കുലർ കോണിൻ്റെ
എന്താണ് സോളിഡ് കോണിൻ്റെ ഡയമീറ്റർ എന്താവട്ടെ അതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ ബേസിൽ നിന്ന് h/4 ലെങ്ത്തിലാണ് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. സോ ഓപ്ഷൻ സി h/4 is the answer. Next question, the center of gravity of a plane lamina is not at its geometric center if it is എന്താണ് നമ്മൾ സർക്കിൾ ആണെങ്കിൽ അതിൻ്റെ ജോമെട്രിക് സെൻറ്റർ എന്താണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. ഒരു സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നതും അതുപോലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം തന്നെയാണ്. നമ്മൾ ഏതാണ് ഇറ്റ്സ് നോട്ട് അറ്റ് ഇറ്റ്സ് ജോമെട്രിക് സെൻറ്റർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സ്ക്വയർ ആണെങ്കിലും അതിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന സ്ഥലം തന്നെയായിരിക്കും നമ്മളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരിക. റെക്റ്റാങ്കിൾ ആണെങ്കിലും അതിൻ്റെ ഒരു സെൻറ്ററായിട്ടുള്ള വരുന്ന പൊസിഷൻ തന്നെയാണ് നമ്മളുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും വരിക. പക്ഷേ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്താണ് സെൻറ്ററും അതുപോലെ എന്താണ് ജോമെട്രിക് സെൻറ്ററും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും സെയിം അല്ല. സോ ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റൈറ്റ് സർക്കുലർ ഹോളോ cone of diameter d and height h lies at a vertical distance of നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ റൈറ്റ് സർക്കുലർ ഹോളോ കോൺ ആണ്. നേരത്തെ പറഞ്ഞത് നമ്മൾ സോളിഡ് കോൺ ആയിരുന്നു. പക്ഷെ ഹോളോ കോണിൻ്റെത് നമ്മൾ എച്ച് ലൈസ് എന്താണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് h/3 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സോളിഡ് കോൺ ആയിരുന്നു. സോളിഡ് കോണിൻ്റെത് നമുക്ക് h/4 ഹോളോ കോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ h/3 ഫ്രം ദ ബേസ് ആണ് അതിൻ്റെ എന്താണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി